പ്രതികാരം ചെയ്യുന്നവൻ, ശിക്ഷ നൽകുന്നവൻ, പകരം ചോദിക്കുന്നവൻ എന്നീ അർത്ഥങ്ങളുള്ള അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായൊരു ഇസ്മ. നമ്മുടെ ജീവിതത്തിനിടയിൽ ഒരുപാട് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവർ, അസൂയാലുക്കളുള്ളവർ, ഒരു നിലക്കും നമ്മുടെ ബിസിനസ്സോ നമ്മുടെ കച്ചവടമോ നമ്മുടെ ജീവിതമോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത രൂപത്തിൽ വളരെയധികം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അക്രമകാരികൾ, അവർക്കെതിരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇസ്മാണ്. അവർക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ന്യായമായിട്ട് ന്യായമുള്ള നീതിയുള്ള വിഷയങ്ങൾക്ക് അനുയോജ്യമാകുന്ന രൂപത്തിൽ ആണിത് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയല്ലാത്ത രൂപത്തിൽ ഉപാധികൾ പാലിച്ചിത് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയല്ലാത്ത രൂപത്തിലാണ് അക്രമികൾക്കെതിരെ ഇതുകൊണ്ട് അമൽ ചെയ്യുന്നതെങ്കിൽ, വെടിയുണ്ട തറക്കുന്നത് പോലെ ഉപാധി പാലിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ചടിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഇസ്മും കൂടെയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ആ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശത്രുവിനെ നേരിടാൻ പ്രാപ്തിയില്ലാത്ത ഘട്ടത്തിൽ ഇത് സംബോധനയുടെ അക്ഷരമായ നിദാഇൻ്റെ അക്ഷരമായ യാ എന്നുള്ള അക്ഷരം കൂട്ടിയിട്ട് 5000 തവണ ഉരുവിട്ട ശേഷം ആവശ്യം മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ശത്രുവിനെ നേരിടാനുള്ള പ്രാപ്തി ലഭിക്കുകയോ അല്ലെങ്കിൽ ശത്രു സ്വയം നമ്മുടെ മുമ്പിൽ കീഴടങ്ങുകയോ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം അപകടങ്ങളെ തൊട്ടൊക്കെ വലിയ കാവൽ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ നിരവധി തവണ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അത് കൃത്യമായി എഴുതി വെക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈർ നൽകട്ടെ. എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ചു ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ആ ഞായറാഴ്ച 10 മണിക്ക് വിളിക്കുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച കാണാൻ സാധിക്കുക. ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ കാണാൻ സാധിക്കും. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ സേവ് ചെയ്തവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിങ്കിൽ പോയി നോക്കിയാൽ എപ്പോഴും ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബുക്ക് ചെയ്യാതെ പലരും വരുന്നത് കൊണ്ട് നമുക്ക് ബുക്ക് ചെയ്യുന്നവരെ തന്നെ നോക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ബുക്ക് ചെയ്ത് മാത്രം വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകൾക്കും ഓരോ മഹത്വങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് കളഞ്ഞുപോയ വസ്തു തിരിച്ചു ലഭിക്കാനുള്ളതുണ്ട്, നമ്മുടെ കടങ്ങൾ വീടാനുള്ള ഇസ്മുണ്ട്, രോഗങ്ങൾ മാറാനുള്ള ഇസ്മുണ്ട്, മക്കളുണ്ടാവാനുള്ള ഇസ്മുണ്ട്. എല്ലാം അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. ഈ ഇസ്മുകൾ നാം വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുകയാണ്. എങ്ങനെ? കാരണം യാ എന്നുള്ള അക്ഷരം കൂട്ടിയിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഇപ്പോൾ റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്, അർ റഹ്മാൻ. ഈ അർ റഹ്മാൻ എന്നുള്ളത് നാം വിളിക്കുമ്പോൾ യാ ചേർത്തിയിട്ടാണ് വിളിക്കുന്നത്. യാ റഹ്മാനു യാ അല്ലാ എന്ന് വിളിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മക്കളുടെ രോഗം മാറാൻ വേണ്ടിയിട്ട് ഒരു ഇസ്മ് ഒരു ഉസ്താദ്, ഒരു ഷെയ്ഖ് നമ്മോട് പറഞ്ഞു തരണം. അങ്ങനെ ആ ഒരു ഇസ്മ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ആ ഇസ്മ ചൊല്ലുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വിഷയമാണ് ആ ഉസ്താദിനോട് പോയി പറഞ്ഞത്, ഉസ്താദ് എനിക്ക് ഇങ്ങനെ പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ ഇസ്മ ഉപയോഗിക്കൂ, ഇത് ഇത്ര തവണ ചൊല്ലൂ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും തവണ ചൊല്ലുമ്പോൾ യാ സലാമു യാ അല്ലാ എന്നാണെങ്കിൽ അത് അള്ളാഹുവിനെ വിളിക്കുകയാണ്. അത് 111 തവണയാണെങ്കിൽ 111 തവണ അള്ളാഹുവിനെ നാം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിയുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്കതിന് ഇജാബത്ത് നൽകപ്പെടും എന്നുള്ളതാണ്. ഓരോ ഇസ്മുകളും നമ്മൾ വിളിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അൽ മുൻതഖിം എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ്. അൽ മുൻതഖിം, ഇതും അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായൊരു ഇസ്മ തന്നെയാണ്. പകരം ചോദിക്കുന്നവൻ, ശിക്ഷ നൽകുന്നവൻ, പ്രതികാരം ചെയ്യുന്നവൻ എന്നൊക്കെയാണ് ഈ ഒരു ഇസ്മിൻ്റെ അർത്ഥം. സർവശക്തനായ അള്ളാഹു തആലയെ ധിക്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ചില സൃഷ്ടികളുണ്ട് അല്ലേ? എത്രയോ ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവരുണ്ട്. അള്ളാഹു അവരോട് പകരം ചോദിക്കുകയും അർഹമായ ശിക്ഷ നൽകുകയും ചെയ്യും. എത്രയോ ആളുകൾ ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ് വാദിച്ചു വന്നവർ വരെ ഉണ്ടായിരുന്നു അല്ലേ? റബ്ബാണെന്ന് വാദിച്ചവർ വരെ അവരെന്തു മറന്നു? അവരെ പടച്ചതും ഒരു റബ്ബാണെന്നുള്ളത് മറന്നു. ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് വാദിച്ചവരായിരുന്നു. അത്തരം ധിക്കാരികളെ, അത്തരം കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കാനും അക്രമികൾക്ക്
അതിനുള്ള ആ ഒരു ശിക്ഷ കൊടുക്കാനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സംവിധാനങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ ചിലപ്പോൾ നൽകും. പരലോകത്ത് പ്രത്യേകമായിട്ട് അവർക്ക് ശിക്ഷകളുണ്ടായിരിക്കും. അപ്പോൾ കുറ്റവാളികളെ പെട്ടെന്ന് പിടികൂടി ശിക്ഷ നടപ്പിലാക്കലല്ല അള്ളാഹുവിൻ്റെ ശൈലി. അള്ളാഹു സർവ്വപാപവും ചെയ്യാനുള്ള പൂർണ്ണമായ അവസരം നൽകി അങ്ങനെ അവർ കുറ്റകൃത്യങ്ങളുടെ മൂർധന്യ ദശയിലെത്തിയാൽ അള്ളാഹു അവരെ ഒറ്റപ്പിടുത്തം പിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും അവൻ അത്രയും ആക്രമിച്ച് നടന്നിട്ടും അവനൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെയല്ല, അത് അള്ളാഹു ചില കാര്യങ്ങൾ അതിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാത്തതുകൊണ്ടാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെക്കുറിച്ചും ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ. അത് ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ 2024 നവംബർ മാസം ഇത്രാം തീയതി ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും, 2025 ഇന്നത് സംഭവിക്കും, 2028 ഇങ്ങനെ ഇന്നത് സംഭവിക്കും എന്നുള്ളതൊക്കെ കൃത്യമായി നമ്മുടെ ജനനം മുതൽ നമ്മുടെ മരണം വരെയുള്ള എല്ലാ സംഭവങ്ങളും റെക്കോർഡ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ഏത് സമയത്താണ് മരണപ്പെടുക അത് ലൗഹിലുണ്ട്. അത് ചിലപ്പോൾ 45-ലായിരിക്കും, ചിലപ്പോൾ 63-ലായിരിക്കും, ചിലപ്പോൾ 52-ൽ അറ്റാക്ക് സംഭവിച്ച് മരണപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും. എല്ലാം കൃത്യമായിട്ട് അള്ളാഹു നേരത്തെ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഡൗട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മെ അള്ളാഹുവിന് ശിക്ഷിക്കാനുള്ള ഒരു അധികാരമില്ലല്ലോ. എന്താ കാരണം? ഇപ്പോൾ ഒരാൾ 2024 ഡിസംബർ മാസത്തിൽ കള്ള് കുടിക്കുന്നുള്ളത് അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചു. അങ്ങനെ തീരുമാനിച്ചു വെച്ചതനുസരിച്ചാണല്ലോ അവർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അള്ളാഹു തീരുമാനിച്ചത് കൊണ്ട് ചെയ്യുകയാണല്ലോ. അതുകൊണ്ട് പിന്നെ അവിടെ അള്ളാഹു തീരുമാനിച്ചതുകൊണ്ടല്ലേ ചെയ്യുന്നത്, പിന്നെ ശിക്ഷിക്കാൻ എന്ത് അധികാരമാണുള്ളത് എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരാളൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ആദ്യമേ നേരത്തെ തീരുമാനിച്ചു വെച്ചനുസരിച്ചിട്ടാണല്ലോ തെറ്റ് ചെയ്യുന്നത്, അപ്പോൾ ശിക്ഷിക്കാൻ പറ്റുമെന്നുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അവിടെ മനസ്സിലാക്കേണ്ട രൂപം, അള്ളാഹു അവന് ഒരു മദ്യത്തിൻ്റെ ഒരു ചഷകം, ഒരു ഗ്ലാസും അവൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ആ മദ്യം തിരഞ്ഞെടുക്കാൻ, അത് കുടിക്കണ്ട അത് കുടിക്കണം എന്നുള്ള ചോയ്സാണ് അള്ളാഹു കൊടുക്കുന്നത്. ആ ചോയ്സ് കൊടുത്തിട്ട് അവന് കുടിക്കാതിരിക്കാനുള്ള അവസരമുണ്ടായിട്ടും അവനത് കുടിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ആ അവസരം നഷ്ടപ്പെടുത്തി കുടിക്കാൻ വേണ്ടി അവൻ തയ്യാറാകുന്നു. അതിനാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്. അങ്ങനൊരു ചോയ്സ്, ഒരു അവസരം അള്ളാഹു അവന് കൊടുത്തിട്ട് ആ കൊടുക്കുന്ന അവസരം അവന് നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്തൂല എന്ന് അള്ളാഹുവിന് നേരത്തെ അറിയാം. ആ അറിവ് പ്രകാരമാണ് അള്ളാഹു ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. ഇത് ആലിമീങ്ങൾക്കിടയിൽ വളരെ സങ്കീർണമായി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. സാധാരണക്കാർക്ക് എത്രത്തോളം ഇത് പറഞ്ഞാൽ മനസ്സിലാകുമെന്നുള്ളത് അറിയൂല. അതുകൊണ്ട് ഈ ഒരു ഭാഗം മനസ്സിലാകാത്തവർ ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അത് ചിലപ്പോൾ ചിലർക്ക് കൂടുതൽ മനസ്സിലാകും, ചിലർക്കൊന്നും തിരിയാതെയാകും. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ആകെ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കാരികളായി നടക്കുന്ന ധിക്കാരികൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ശിക്ഷകൾ ചിലപ്പോൾ നൽകും, ചിലപ്പോൾ പരലോകത്ത് വെച്ച് നൽകും. ചിലപ്പോൾ ആ ശിക്ഷകൾ, നമ്മളിന്ന് ആ ഇസ്മിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ശിക്ഷകൾ അള്ളാഹു പിന്തിപ്പിക്കും. ആദ്യം ഒരാളെ കൊന്നു കഴിഞ്ഞിട്ട് അയാൾ വളരെ സുഖമായിട്ട് ജീവിക്കുന്നു. അയാൾ കൊന്നതിന് ശേഷമാണ്, കൊലപ്പെടുത്തിയതിന് ശേഷമാണ് അയാൾക്ക് ഒരുപാട് ഖൈറാത്തുകൾ വന്നതായിട്ട് മറ്റുള്ളവർക്ക് കാണുന്നത്. അപ്പോൾ അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. പിന്നെയും അങ്ങനെ തന്നെ. പക്ഷേ ഒരു നിമിഷം അള്ളാഹു അവനെ പിടിക്കും. അവനെ അങ്ങനെ ലൂസാക്കി വിട്ടിരിക്കണേ, നന്നാകാനുള്ള അവസരങ്ങൾ അവന് കൊടുക്കണേ. അങ്ങനെ കൊടുത്തും അവസാന ഘട്ടത്തിലും റെഡി ആയിട്ടില്ലെങ്കിൽ ഒരൊറ്റ പിടുത്തം അള്ളാഹു പിടിക്കും. ആ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മളൊരു ചൂണ്ടലിട്ടിട്ടുണ്ടെങ്കിൽ ആ ചൂണ്ടലിൽ ഇരക്കൊത്തി വലിച്ചു കൊണ്ടുപോകുന്ന മത്സ്യത്തെ അത് വലിച്ചെടുക്കുന്ന രൂപത്തിൽ നമ്മൾ ചിലപ്പോൾ അതിങ്ങനെ അയച്ചിങ്ങനെ കൊടുക്കും, നന്നായിട്ട് കൊത്തട്ടെ എന്ന് കരുതിയിട്ടല്ലേ മീൻ പിടിക്കുന്ന ആളുകൾ ചൂണ്ടയിൽ നന്നായിട്ട് ആ ഇരയിൽ കൊത്തിപ്പിടിച്ച് വലിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കുടുങ്ങും എന്ന രൂപത്തിൽ അല്ലേ. അപ്പോൾ ആ രൂപത്തിൽ, അപ്പോൾ എത്ര വലിയ ശത്രുക്കളും അവർ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചാലും ഒരു കാലത്ത് അവർ പിടികൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ മനസ്സിനോട്
നമ്മുടെ ശരീരത്തിനോട് ഈ ഇസ്മ നൽകുന്ന ഒരു പാഠമെന്ന് പറഞ്ഞാൽ, നമ്മളൊരിക്കലും ഒരാളെയും വേദനിപ്പിക്കരുത്. നമ്മളൊരിക്കലും ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കരുത്, ശരീരത്തിനെ വേദനിപ്പിക്കരുത്, ഒരാളെ അഭിമാനത്തെ വ്രണപ്പെടുത്തരുത്. നമ്മുടെ ജീവിതം ആ രൂപത്തിലാണ് ക്രമപ്പെടുത്തേണ്ടത്. നമ്മൾ എത്രത്തോളം ഒരാളെ വേദനിപ്പിക്കുന്നോ, എത്രത്തോളം ഒരാളെ ആക്രമിക്കുന്നോ, അത് നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ നാം അനുഭവിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും രൂപത്തിൽ അത് അനുഭവിക്കും. അവൻ്റെ ഒരു നിമിഷത്തെ ഒരു കണ്ണുനീർ മതി. നമ്മൾ മനസ്സുകൊണ്ട് വേദനിപ്പിച്ച, വാക്കുകൊണ്ട് വേദനിപ്പിച്ച, ആ വേദനിക്കപ്പെട്ട ആളുടെ മനസ്സുകൊണ്ടുള്ള ഒരു അവരുടെ മനസ്സറിഞ്ഞുള്ള ഒരു ദുആ മതി നമ്മുടെ ആഖിറവും ദുനിയാവൊക്കെ നഷ്ടപ്പെടാൻ. കാരണം മർദ്ദിതരുടെ പ്രാർത്ഥന, ദുആ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയുള്ള ജീവിതം അൽ മുന്തഖിം എന്ന ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാളെ വേദനിപ്പിച്ചു കൊണ്ടുള്ള ഒരു ക്രമമുണ്ടായിരിക്കരുത്. ഏതു നിമിഷവും നമുക്കിവിടെ നിന്ന് മരണപ്പെട്ടു പോകാം. നമുക്ക് ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കേൾക്കുന്ന സമയത്ത് ശ്വാസം എടുക്കുകയും അത് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ടല്ലോ. ഈ ശ്വാസം എടുത്ത് അതങ്ങ് പുറത്തേക്ക് വിടാൻ കഴിയുന്നില്ലെങ്കിൽ, പുറത്തുള്ളത് ഇങ്ങോട്ട് വലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു സമയത്ത് സ്റ്റോപ്പായാൽ അവിടെ നമ്മുടെ ഡെത്ത്, മരണം സംഭവിച്ചു അല്ലേ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ആളുകളോടും ആക്രമിച്ച ആളുകളോടൊക്കെ പൊരുത്തം ചോദിക്കാനുള്ളൊരവസരമില്ല. പിന്നെ ഉള്ള അവസരം എന്താ? പള്ളിയിൽ 3 തുണ്ടം തുണിയിൽ നമ്മുടെ പേരൊക്കെ മാറി മയ്യത്ത് നായി. ആ മയ്യത്തങ്ങനെ പൊതിഞ്ഞ് പള്ളിയിൽ മെഹ്റാബിൻ്റെ ബാക്കിൽ കൊണ്ടുവച്ചു. ആളുകളുടെ മുഖത്തൊക്കെ ദുഃഖം പേറിയിട്ട്, അല്ലെങ്കിൽ ദുഃഖം പേറിയ രൂപത്തിൽ അഭിനയിച്ച് ആളുകളൊക്കെ പുറത്തിങ്ങനെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ നിസ്കരിക്കുന്നിടത്തേക്ക് ഇങ്ങനെ കയറി വുളു എടുത്ത് ഇങ്ങനെ കയറി വരുന്നുണ്ട്. പള്ളിയിൽ നിന്ന് ഇമാമ് ചോദിക്കുന്നുണ്ട്, ഇനി ആരെങ്കിലും വുളു എടുത്ത് കയറാനുണ്ടോ? ഒരാളും കൂടി മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മയ്യത്തിന് അത്രയും ദോഷം പുറത്തിട്ടാൻ കാരണമാവുമല്ലോ. അതുകൊണ്ട് ഇവിടെ ചോദിക്കും, ഇനി ആരെങ്കിലും കയറാനുണ്ടോ? എല്ലാവരും വുളു എടുത്ത് കയറിയോ? എന്നാൽ നിസ്കാരം തുടങ്ങിയല്ലേ. എൻ്റെയും നിങ്ങളുടെയൊക്കെ ശരീരം അതുപോലെ കൊണ്ടുപോയി വെക്കും പള്ളിയിൽ. അങ്ങനെ പള്ളിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവസാനം അവിടുന്ന് ഒന്നുകിലോ മകന്, അല്ലെങ്കിൽ പള്ളിയിലെ ഇമാമ് മകന് വേണ്ടി ചോദിക്കും, ഈ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജിയുടെ ജനാസയാണ് ഇവിടെ ഹാദിറായിട്ടുള്ളത്, നമ്മൾ മയ്യത്ത് നിസ്കരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് മനുഷ്യ സഹജമായി മനസ്സാവാച കർമ്മണ ഏതെങ്കിലും രൂപത്തിൽ അബ്ദുറഹ്മാൻ ഹാജിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട്, അരുതായ്മ അത് മനുഷ്യ സഹജമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരലോകത്തേക്ക് നീട്ടിവെക്കരുത്, നിങ്ങളത് പുറത്തു കൊടുക്കണമെന്ന് മകനോ അവിടെയുള്ള ഇമാമോ അവിടെയുള്ള ഖത്തീബോ ഒക്കെ പ്രത്യേകം ചോദിക്കും. അങ്ങനെ ചോദിച്ച് പൊരുത്തപ്പെട്ട്, അങ്ങനെ ചോദിച്ച് പൊരുത്തം വാങ്ങിക്കേണ്ട ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരോട് പറഞ്ഞ് പൊരുത്തപ്പെടിച്ച് നല്ല രൂപത്തിൽ മരണത്തിന് തയ്യാറായി നിൽക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരണപ്പെടുന്ന നല്ല വിഭാഗം ആളുകളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ശരീരം അല്ല ഇതിൻ്റെ കാതലായ വശം. ഇതിനൊരു ആത്മാവുണ്ട്. അതാണ് ആ ആത്മാവ് അതെപ്പോഴും ശുദ്ധീകരിച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ശരീരം മോടി പിടിപ്പിക്കാനാണ്, ശരീരത്തിൻ്റെ സ്കിന്ന് അത് വൈറ്റനിങ് ചെയ്യാനാണ്. അതിന് നല്ല കളറ് കിട്ടണം, അപ്പോൾ അതിന് മേക്കപ്പ് ചെയ്യണം, അതിന് പൗഡർ ഇടണം, അതിന് കോസ്മെറ്റിക്സ് ഉപയോഗിക്കണം. നമ്മുടെ ഈ ശരീരത്തിലുള്ള കാർക്കൂന്തൽ പോലെ ഒഴുകിക്കിടക്കുന്ന ഈ മുടി, ആ മുടി നല്ലോണം ഗ്ലോ ലഭിക്കണം, അത് നല്ല ഗ്ലൈസിങ് ഉണ്ടാവണം, അത് മറ്റുള്ളവർ ആകർഷിക്കുന്ന രൂപത്തിലായിരിക്കണം. ഇങ്ങനെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് നമ്മുടെ ഈ ബാഹ്യഭാഗങ്ങളാണല്ലേ. നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന എല്ലാവരും ധരിക്കുന്ന, അപ്പുറത്തെ വീട്ടിലുള്ള അവർ ധരിക്കുന്ന അങ്ങനത്തെ ഡ്രസ്സ് നമുക്ക് വേണം. നമ്മളെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബാഹ്യമായ ചില വിഷയങ്ങളിലേക്ക് മാത്രമാണ്. എന്നാൽ അതൊന്നൊന്നുമല്ല. നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയം എത്രമേൽ ശുദ്ധിയുള്ളതാണോ അത്രമേൽ നമ്മുടെ പരലോകത്തേക്ക് നമുക്ക് ഉപകരിക്കും. എന്നാൽ ആ പുറമേ കാണുന്ന ഈ വസ്ത്രവും നമ്മുടെ ശരീരവും നമ്മുടെ സ്കിന്നും നമ്മുടെ മുടിയൊക്കെ അത് വൃത്തിയില്ലെങ്കിലും, വൃത്തി വേണം എന്നുള്ളതാണ് ശുദ്ധ ഈമാനിൻ്റെ പകുതിയാണ്, അതിനേക്കാളും പ്രാധാന്യം ഇതിനാണെന്നാണ് പറയുന്നത്.
നിങ്ങൾക്ക് എത്രയോ വലിയ വലിയ മഹാന്മാരെ കാണാം. അവരൊക്കെ നടന്നു പോകുമ്പോൾ, വഴിയോരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ചടകുത്തിയ മുടിയുമായിട്ട്, അല്ലേ? അവർ ചിലപ്പോൾ 3 ദിവസം 4 ദിവസം 6 ദിവസം ഒരാഴ്ചയൊക്കെ ഒരൊറ്റ ഡ്രസ്സ് മാത്രം ധരിച്ചിങ്ങനെ നടന്നു പോകും. പക്ഷെ അവരുടെ ചുണ്ടുകൾ ഇങ്ങനെ ചലിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാകും. അവരുടെ വിരലുകൾക്കിടയിലൂടെ ജപമാല ഇങ്ങനെ മറിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാകും. അവർ ദിക്റിലാണ്, അവർ തസ്ബീഹിലാണ്, അവർ അള്ളാഹുവിൽ ലയിച്ചിരിക്കുകയാണ്. അത്തരം ആളുകൾ, അങ്ങനെയുള്ളൊരു കിതാബ് തന്നെയുണ്ട്, ഉഖലാ ഉൽ മജാനീൻ എന്ന് പറഞ്ഞിട്ട്. ആ കിതാബിൻ്റെ പേര് തന്നെ ഉഖലാ ഉൽ മജാനീൻ എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? മജ്നൂൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാർ എന്നാണ്. ഉഖല എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ എന്നാണ്. ഉഖലാ ഉൽ മജാനീൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഭ്രാന്തന്മാരെന്നാണ്. എന്താണ് അങ്ങനെ ആ കിതാബിന് പേര് വരാൻ കാരണം? അതിലങ്ങനെയുള്ള ചില മഹാന്മാരെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അഥവാ മറ്റുള്ളവരുടെ ദൃഷ്ടിയിലേക്ക് നോക്കുമ്പോൾ ഇവരൊരു ഭ്രാന്തന്മാരാണ് അവരുടെ രൂപം കാണുമ്പോൾ. പക്ഷേ അവർ യഥാർത്ഥത്തിൽ ഭ്രാന്തന്മാരല്ല, അവർ ബുദ്ധിമാന്മാരാണ്. അവരവരുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ നിൽക്കുമ്പോൾ, അവരവരുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ സ്മരണയിലായി ജീവിക്കുമ്പോൾ, അവർ ദുനിയാവിന് ഒരു ഈച്ചയുടെ ചിറകിൻ്റെ വില പോലും നൽകാത്തത് കൊണ്ട് തന്നെ അവർ ദുനിയാവിലുള്ള വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. മറ്റുള്ളവരെന്നെ നോക്കുന്നുണ്ട്, അവരെന്നെ പരിഗണിക്കുന്നുണ്ടോ ഇല്ല, ഇതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ മനസ്സിൽ അള്ളാഹ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർ യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാരാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ അവർ ഭ്രാന്തന്മാരാണെങ്കിലും അത്തരം ആളുകൾക്കാണ് ബുദ്ധിയുള്ള ഭ്രാന്തന്മാരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചിട്ടയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടത്. എന്നാൽ ഇതിനേക്കാളും ഉപരി ഒരാൾ ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നു, അവൻ്റെ മുടിയൊക്കെ ചീകി നല്ല ക്ലിയറായിട്ട് നീറ്റിൽ നടക്കുന്നു, അതോടുകൂടെ തന്നെ ഈ പറഞ്ഞതുപോലെ ഹൃദയവും ശുദ്ധീകരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ നല്ലോണം ക്വാളിറ്റി ഉള്ള ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി നമുക്ക് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അൽ മുൻതഖിം എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ്. നമുക്കറിയാം അള്ളാഹുവിൻ്റെ ആദരവേറിയ ഒരു ഇസ്മാണ് അൽ മുൻതഖിം എന്ന് പറയുന്നത്. ന്യായവും നീതിയും ഉണ്ടായിരിക്കണമെന്ന ഉപാധിയോടെ ഈ നാമം പതിവായി ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അക്രമിക്കെതിരെ ദുആ ചെയ്താൽ അത് വേഗം ഫലിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ആക്രമിക്കുന്ന അക്രമകാരികളായ ആളുകൾ, നമ്മൾ അകാരണമായിട്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നു. അത് ചിലപ്പോൾ കുടുംബജീവിതത്തിലെ പ്രശ്നമായിരിക്കാം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ. അപ്പോൾ അവർ നമ്മളൊറ്റക്കാണ് വീട്ടിലിരിക്കുന്നത്. അപ്പോൾ അവർ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് ആക്രമിക്കാൻ വരികയാണ്, കുടുംബാംഗങ്ങളെ കൂട്ടിയിട്ട് ആക്രമിക്കാൻ വരികയാണ്. അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ഇടയ്ക്കൽ ന്യായമുണ്ട്. അവർ അക്രമാസക്തമായിട്ട് അന്യായമായിട്ടാണ് പലതും ചോദിക്കുന്നത്. മരണപ്പെട്ടതിന് ശേഷം, മാതാപിതാക്കൾ മരണപ്പെട്ടതിന് ശേഷം ആ സ്ഥലവും പ്രോപ്പർട്ടിയും സ്വന്തം പേരിൽ എഴുതി കൊടുക്കാത്തതിൻ്റെ പേരിൽ, സ്വർണം കൊടുക്കാത്തതിൻ്റെ പേരിൽ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിച്ചതിൻ്റെ പേരിലൊക്കെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന അക്രമകാരികളായ ആളുകൾക്കെതിരെ ന്യായമായ രൂപത്തിൽ നമ്മുടെ ശരീരത്തിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ ഇസ്മ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നല്ല ഫലമുണ്ടാകുമെന്നുള്ളതാണ്. നേരെ മറിച്ച് ഇങ്ങനെ ഒരു അമൽ മനസ്സിലാക്കിയിട്ട് ഈ അമൽ മറ്റൊരാളെ നശിപ്പിക്കാനും അയാളെ തകർക്കാനും വേണ്ടിയിട്ട് അന്യായമായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വെടിയുണ്ട തറക്കുന്നത് പോലെ ഉപാധി പാലിക്കാതെ ഇത് ചെയ്താൽ അതവന് തിരിച്ചടിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട വിഷയവും കൂടെയാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക. അള്ളാഹുവിനെ നാം ഭയപ്പെടുമ്പോൾ നമ്മുടെ ശത്രുക്കൾ നമ്മെ ഭയപ്പെടും എന്നുള്ളതാണ്. ശത്രുക്കൾ പത്തി മടക്കാൻ 3 വെള്ളിയാഴ്ച തുടർച്ചയായി ധാരാളം തവണ ഇത് ഉരുവിടൽ വളരെയധികം പ്രയോജനപ്രദമാണ്. ഈ ഇസ്മിൻ്റെ അദദ് എത്രയാണെന്ന് നമ്മൾ അവസാനം പറയും. ആ അദദനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ശത്രുവിനെ നേരിടാൻ പ്രാപ്തിയില്ലാത്ത ഘട്ടത്തിൽ, നമ്മുടെ ശത്രു ശക്തരാണെന്ന് പറയുമ്പോൾ ശക്തി സാമ്പത്തികമായി കഴിവുണ്ടായതുകൊണ്ട് ആ ഒരു ഗർവുള്ള ആളുകളായിരിക്കും, അതൊക്കെ ശക്തിയിൽ പെടും. അല്ലെങ്കിൽ അവരുടെ കൂടെ കുറേ ആളുകളുണ്ട്, നമ്മൾ ഒറ്റയാണ്. ചിലപ്പോൾ സത്യം ഒറ്റപ്പെട്ട ഭാഗത്തായിരിക്കും ഉണ്ടാവുക, അല്ലേ? കമ്മിൻ ഫിഅത്തിൻ ഖലീല, എത്രയോ കൊച്ചു കൊച്ചു സംഘങ്ങൾ, ആ കൊച്ചു കൊച്ചു സംഘങ്ങൾ വലിയ വലിയ സംഘങ്ങളെ ജയിച്ചടക്കിയിരിക്കുന്നു എന്ന് കാണാം. അപ്പോൾ നമ്മൾ ന്യായമുള്ളത് നമ്മുടെ അടുക്കലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളാണെങ്കിലും നമ്മൾ ന്യായപരമായിട്ട് വിജയിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ശത്രുവിനെ നേരിടാൻ പ്രാപ്തിയില്ലാത്ത
ഘട്ടത്തിൽ ഇത് നിദാഇൻ്റെ അക്ഷരമായ യാ എന്നുള്ള അക്ഷരം ചേർത്തിയിട്ട് 5000 തവണ ഉരുവിട്ട ശേഷം തൻ്റെ ആവശ്യം മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ പെട്ടെന്ന് സ്വീകരിക്കപ്പെടും. അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണല്ലോ ഇസ്മ. ശത്രുവിനെ നേരിടാനുള്ള പ്രാപ്തി ലഭിക്കും, അവന് മനക്കരുത്തുണ്ടാകും. എങ്ങനെയാണ് ആ ശത്രുവുമായി ബന്ധപ്പെട്ട് നമ്മെ ആക്രമിക്കാൻ വരുന്ന അക്രമകാരികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഒരു ധാരണ അവൻ്റെ ഹൃദയത്തിലേക്ക് വരും. അള്ളാഹു നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളും വഞ്ചനകളും ചതികളും അള്ളാഹു പാടെ പരാജയപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് അത്തരം ആളുകളുടെ ഒരു പ്രവർത്തനവും നമ്മിലേക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കുക എന്നുള്ളത് വലിയ ഫലമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അക്ഷരസംഖ്യയോളം ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അവന് ഒരുപാട് വിഷയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതൊക്കെ കാണാം. അതിൻ്റെ അതത് എത്രയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏതേതു പ്രതിസന്ധികളെയും അല്ലാഹു വലിയ സലാമത്ത് നൽകി തരണം ചെയ്യാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ അതതെന്ന് പറയുന്നത് നമുക്കറിയാം. ഇതിൻ്റെ അതത് മീം, ആദ്യത്തെ അക്ഷരം മീമാണ്. മീം എന്ന് പറഞ്ഞാൽ 40 നൂന് 50 പിന്നെ അൽ മുന്തഖിം എന്ന് പറയുമ്പോൾ താ ആണ്, താ 400 ഖാഫ് അത് 100 പിന്നെ മീം 40, അങ്ങനെ ആകെ 630 അപ്പോൾ ഇത് ദിക്റാക്കി കൊണ്ട് നടക്കുന്ന പല ആളുകളുണ്ട്. അപ്പോൾ ഇത് ദിക്റാക്കി കൊണ്ട് നടന്നു കഴിയുമ്പോൾ ഇതിൻ്റെ റൂഹാനി വന്നിട്ട്, ഇതുമായി ഏൽപ്പിക്കപ്പെട്ട ഖാദിമീങ്ങൾ വന്നിട്ട് അവന് ഏത് വിഷയത്തിനാണോ ഇത് ചെയ്യുന്നത് ആ വിഷയത്തിൽ അവന് ഖിദ്മത്ത് ചെയ്യും എന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഇസ്മ ഉപയോഗപ്പെടുത്തുക. നല്ല സമയങ്ങൾ ദുആയ്ക്ക് വേണ്ടിയിട്ട് നാം തിരഞ്ഞെടുക്കുക. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരുപാട് ശ്രേഷ്ഠമായ സമയങ്ങളുണ്ട്. ഇപ്പോൾ ജുമുഅ ദിവസം, വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ, ഇതിൻ്റെ ഓരോ സമയങ്ങളും ആഴ്ചയിൽ കടന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട സമയവും ദിവസമൊക്കെയാണ്. നമ്മളിൽ പലരും അത് ഗൗനിക്കാറില്ല. പഴയ കാലം മുതലൊക്കെ വെള്ളിയാഴ്ച രാവാകുമ്പോഴേക്ക് വെള്ളിയാഴ്ചയുടെ ഒരുക്കം വ്യാഴാഴ്ച അസ്ർ മുതൽ തുടങ്ങും പൂർവികർ. നമ്മൾക്ക് വെള്ളിയാഴ്ച ജുമുഅക്ക് പോകാനുള്ള സമയമായാലും അതിൻ്റെ ഗൗരവം പലർക്കും മനസ്സിലാകാറില്ല. എത്ര നേരം വൈകിയാണ് പലരും ജുമുഅക്കൊക്കെ എത്താറുള്ളത്, എത്ര നേരം വൈകിയാണ് നമ്മുടെ വീടകങ്ങളിൽ നിന്ന് പലരും ജുമുഅക്ക് പോകാറുള്ളത്. എന്നാൽ അങ്ങനെയാണോ പഴയ കാലങ്ങളിലുണ്ടായിരുന്നത്? വ്യാഴാഴ്ച അസ്ർ മുതലേ നഖം മുറിച്ച് ശരീരത്തിൽ നീക്കേണ്ട രോമങ്ങളും ശരീരത്തിലെ അഴുക്കുകളൊക്കെ നീക്കി വെള്ളിയാഴ്ച രാവിലേക്ക് തയ്യാറായിട്ട് മഗ്രിബ് നിസ്കാരം മുതൽ നിസ്കാരപ്പായയിലും അതുപോലെ തന്നെ പള്ളിയിലൊക്കെ ആയിട്ട്, പള്ളിയിലൊക്കെ സജീവമായിട്ട് സ്വലാത്തിൻ്റെയും ദിക്റിൻ്റെയും മജ്ലിസുകളിലൊക്കെ പങ്കെടുത്ത് സജീവമായിരുന്നൊരു കാലഘട്ടം ഭൂതകാലത്തുണ്ടായിരുന്നു നമുക്ക്. അതൊക്കെ അസ്തമിച്ചു പോയി. തിരിച്ചു വരണം ആ പഴമയിലേക്ക്. എന്നാലാണ് നമുക്ക് ഓരോ വിഷയങ്ങളിലും അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ട് ദുആ ചെയ്യുമ്പോൾ നമുക്കതിന് ഇജാബത്ത് ലഭിക്കുള്ളൂ. അള്ളാഹിനെ മറന്ന് ജീവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇത് ആഴ്ചയിൽ കടന്നു വരുന്നതാണ്, എന്നാൽ വർഷത്തിൽ കടന്നു വരുന്ന പല ദിവസങ്ങളുമുണ്ട്. അറഫാ ദിനം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. രാത്രി ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ഒരു വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പകൽ ഏതാണ്? അത് അറഫയുടെ ദിവസമാണ്. ആരും അത്രമേൽ ഗൗനിക്കാറില്ല. അറഫ എന്നാണെന്ന് പോലും അറിയാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടായേക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മാസങ്ങളിൽ കടന്നു വരാറുണ്ട് അല്ലേ? മാസമായിട്ട്, ഒരു മാസം മുഴുവനായിട്ട് കടന്നു വരാറുണ്ട്. അതാണ് പരിശുദ്ധമായ റമദാൻ മാസം. ഒരു ദിവസത്തിൽ തന്നെ, ആഴ്ചയിൽ തന്നെ വെള്ളിയാഴ്ച കടന്നു വരുമ്പോൾ ഒരു ദിവസത്തിൽ തന്നെ പല സന്ദർഭങ്ങളിലായി കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് ദുആക്ക് ഇജാബത്ത് കിട്ടുന്നത്. അതേതാണെന്നറിയോ? നമ്മുടെ സുജൂദിലായി കിടക്കുന്ന സമയം. ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അഖ്റബു മാ യകൂനുൽ ആബ്ദു, ഒരു അടിമ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അതവന് സാജിദായി കിടക്കുമ്പോഴാണ്, സുജൂദിലായി കിടക്കുമ്പോഴാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസത്തിലും നിരവധി തവണ സുജൂദ് കടന്നു വരുന്നത് പോലെ തന്നെ കടന്നു വരുന്നൊരു സന്ദർഭമാണ് നമ്മൾ വാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം. വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും, പ്രത്യേകിച്ച് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം
ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഇത്തരം ദുആകളൊക്കെ നമ്മൾ ആ സമയത്തേക്ക് മാറ്റിവെച്ച് ആ പ്രത്യേകത മനസ്സിലാക്കി അപ്പോൾ ദുആ ചെയ്യുമ്പോൾ നല്ല ഫലം ലഭിക്കും. അർദ്ധരാത്രിക്ക് ശേഷം എല്ലാ രാത്രികളിലും കടന്നു വരുന്നു. അർദ്ധരാത്രിയാകുമ്പോൾ മഴ വർഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രയാസമില്ല. അപ്പോൾ അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ ഉറങ്ങി എണീക്കണ്ടേ, അല്ലെങ്കിൽ അതുവരെ ഉറക്കമിളച്ചിരിക്കണ്ടേ, തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേൽക്കണ്ടേ എന്നൊക്കെ. മഴ പെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ മനസ്സിന് കുളിരും സന്തോഷമൊക്കെ ലഭിക്കുന്ന സമയം കൂടെ അല്ലേ. ആ സമയത്തും ദുആക്ക് ഇജാബത്തുണ്ട്. എത്ര സന്ദർഭങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് സമയങ്ങളുണ്ട്. നമ്മൾ അത്തരം ഒരു വിഷയത്തെക്കുറിച്ച് പ്രത്യേകമായിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന 20 സ്ഥലങ്ങളെന്നോ 18 സ്ഥലങ്ങളെന്നോ അതൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സമയം നോക്കിയിട്ട് നമ്മുടെ വിഷയങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ തീരാത്ത പ്രതിസന്ധികളോ മാറാത്ത രോഗങ്ങളോ ഒരു വിഷയങ്ങളുണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നേരിട്ട് വരാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല, ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഈ ചാനലിൽ നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുക. അൽ മുന്തഖിം എന്ന് പറയുന്ന ഇസ്മ പോലെ ഒരുപാട് ഇസ്മുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങളത് പഠിച്ചവരാണ്, കേട്ടവരാണ്. നമ്മുടെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന മജ്ലിസിൽ നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കണമെന്ന് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ആളുകളിവിടെ നേരിട്ട് വരുമ്പോൾ പ്രത്യേകം ദുആക്ക് ഏൽപ്പിക്കുന്നവരുണ്ട്. എല്ലാ വിഷയങ്ങളും നമ്മൾ പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ, കടങ്ങൾ അല്ലാഹു വീട്ടിത്തരട്ടെ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.